ഒരു റീസ്ട്രക്ചർ കാത്തലിക് സഭയ്ക്കകത്ത് ആവശ്യമാണ്. അതായത് ഗാലറിയിലുള്ളവർക്ക് കൈയടിക്കാൻ വേണ്ടിയല്ല, അതിനെ പൂർണ്ണമായിട്ടും സ്പിരിച്വലാക്കി മാറ്റുക. ആ സ്പിരിച്വലിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷമാണ് അതിൽ കൂടെയുള്ള ചാരിറ്റിയും മറ്റുള്ള പ്രവർത്തനവും. ഇതിനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതി മനസ്സിലാക്കേണ്ടത്, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കാത്തലിക്സിൻ്റെ വലിയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. ഇപ്പം മെക്സിക്കോ ആണെങ്കിലും ബ്രസീലാണെങ്കിലും പെറു ആണെങ്കിലും ചിലി ആണെങ്കിലും ഇവിടൊക്കെ ഉണ്ടായിരിക്കുന്ന കാത്തലിക്സിൻ്റെ വിശ്വാസ തകർച്ച അത് വലിയൊരു ഒരു അനലിറ്റിക്സൽ സ്റ്റഡി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്? പലർക്കും പലയിടത്തും ഇവിടൊക്കെ കടന്നു കയറിയിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ബിലീഫ്സ് ആണ് കയറിയിരിക്കുന്നത്. ബ്രസീൽ, അർജന്റീന, ഇവിടൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഫിലിപ്പൈൻസ്, ഇവിടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള ബേസിക് അടിസ്ഥാനം പോയതാണ് ഇതിൻ്റെ കാര്യം. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലാണ് ഇപ്പോഴത്തെ പോപ്പ് ലിയോ വിശ്വസിക്കുന്നത്. അതായത് പബ്ലിക്കിനെ കൊണ്ട് കൈയടിക്കുക എന്നുള്ളതല്ല, എല്ലാവരും കൂട്ടിരുന്ന് കൈയടിക്കുക, ആ പരിപാടിയല്ല. അതിനേക്കാളും പ്രാധാന്യം വിശ്വാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാഡിന, അദ്ദേഹം ചങ്ങനാശ്ശേരി സ്വദേശി, അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഒരു ലോക്കൽ ചാനലിലെ ഷക്കീർ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അപ്പം വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെയാണ് ശരി, നിങ്ങളുടെ അല്ല ശരി, ഇതൊന്നുമല്ല. കാരണം അവരാ വിശ്വാസം, അവരുടെ വിശ്വാസമാണ് ശരി, അതിലോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാവരെയും കൂടി ഒരുമിച്ചുള്ള വിശ്വാസവും ഈ പറയുന്ന ഫോട്ടോ ഓപ്സും പരിപാടികളിലൊന്നും ഇപ്പോഴത്തെ പോപ്പ് വിശ്വസിക്കുന്നില്ല.